ഇന്നലെ തിരുവനന്തപുരത്ത് ഒരു തീപിടുത്തമുണ്ടായത് എല്ലാവരും അറിഞ്ഞതായിരിക്കും. പാപ്പനംകോട് എന്ന് പറയുന്ന തിരുവനന്തപുരം നഗരത്തിൽ തന്നെയുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. അവിടെയാണ് തീപിടുത്തമുണ്ടായത്. ആ തീപിടുത്തത്തിൽ 2 പേർ മരിച്ചത് നമ്മൾ അറിഞ്ഞതാണ്. പക്ഷേ ആ സംഭവം വലിയൊരു ദുരൂഹതയിൽ നിൽക്കുകയാണ്. അതൊരു കൊലപാതകമാണ് എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് എത്തിക്കൊണ്ടിരിക്കുന്നത്. മരിച്ചത് ദമ്പതികളായ വൈഷ്ണവ ഒപ്പം തന്നെ ബിനു, ഇവർ 2 പേരുമാണെന്നാണ് സൂചന. ഈ മൃതദേഹം ഭർത്താവ് ബിനുവിൻ്റേതാണെന്ന് സ്ഥിരീകരിക്കാനുള്ള DNA പരിശോധന ഇന്ന് നടക്കും. ഈ ഭാര്യയെ കൊലപ്പെടുത്തിയതിന് ശേഷം ഭർത്താവ് തീ കൊളുത്തി മരിച്ചതാണ് എന്നൊരു വിവരമാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതാണ് സംഭവിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സുലേഖ നമ്മളോടൊപ്പം ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന്. നോക്കാം എന്താണ് ഈ കേസിൽ സംഭവിച്ചതെന്ന്, അതിൻ്റെ ദുരൂഹത എങ്ങനെയാണ് നിൽക്കുന്നതെന്ന്. സുലേഖ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മനു. സുലേഖ, ഇന്നലെ നഗരത്തിലുണ്ടായ തീപിടുത്തം വലിയ ആശങ്കയോടെയാണ് നമ്മൾ കണ്ടത്. പക്ഷേ വളരെ വേഗത്തിൽ തീ അണച്ച് കൂടുതൽ അപകടങ്ങൾ ഒഴിവാക്കാൻ കഴിഞ്ഞു. 2 പേർ മരിച്ചു. പക്ഷേ അതിനുശേഷം പുറത്തേക്ക് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ചില വിവരങ്ങളാണ്. ഇതൊരു കൊലപാതകമായിരുന്നു ആ തീപിടുത്തം എന്ന നിഗമനത്തിലേക്കാണ് ഇപ്പോൾ പോലീസ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഭാര്യയെ കൊലപ്പെടുത്തിയ ശേഷം ഭർത്താവ് തീ കൊളുത്തി മരിക്കുകയായിരുന്നു എന്നതിൻ്റെ സൂചനകളും തെളിവുകളും ഒക്കെ കിട്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യം കൂടുതൽ ഗൗരവതരമാണ്. തീർച്ചയായും മനു, അങ്ങനെ തന്നെയാണ്. ആദ്യം ഈ ഇൻഷുറൻസ് ന്യൂ ഇന്ത്യ അഷുറൻസ് എന്ന് പറയുന്ന ഇൻഷുറൻസ് കമ്പനിയുടെ ഒരു ഔട്ട്ലെറ്റിൽ തീ പിടിച്ചു എന്നുള്ള വിവരമാണ് നമുക്ക് ആദ്യം ലഭിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളാണ് പോലീസും ഫയർഫോഴ്സും ആദ്യഘട്ടത്തിൽ നടത്തിയിരുന്നത്. ആദ്യം അത് ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നു. പിന്നീട് അത് AC പൊട്ടിത്തെറിച്ചുള്ള ഷോർട്ട് സർക്യൂട്ട് ആണെന്ന് പറയുന്നു. അങ്ങനെ ഒരു ഷോർട്ട് സർക്യൂട്ട് അപകടമാണ് അവിടെ നടന്നതെന്നുള്ള ഒരു പ്രാഥമിക നിഗമനത്തിലായിരുന്നു പോലീസും ഫയർഫോഴ്സും മാധ്യമങ്ങളൊക്കെ തന്നെയും ആദ്യഘട്ടത്തിലുണ്ടായിരുന്നത്. പിന്നീടാണ് അതിൻ്റെ ഗതി മാറി ഇത്തരത്തിൽ ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള തരത്തിലുള്ള കാര്യം പോലീസ് വ്യക്തമാക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതിന് പിന്നാലെയാണ് ആ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം നടക്കുന്ന സമയത്ത് ഈ മരിച്ച 2 പേർ അത് ദമ്പതികളാണ് എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ആദ്യഘട്ടത്തിൽ തന്നെ മരിച്ചവരിൽ ഒരാൾ വൈഷ്ണവ എന്ന് പറയുന്ന ഈ ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാരിയാണ് എന്നുള്ള കാര്യം ആദ്യം തന്നെ പുറത്തു വന്നിരുന്നു. പിന്നീട് ഈ മരിച്ച 2ാമത്തെ വ്യക്തി ആരാണ് എന്നതിൽ ഒരു സംശയം നിലനിൽക്കുന്നുണ്ടായിരുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള കസ്റ്റമർ ആണോ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇൻഷുറൻസ് കമ്പനിയിൽ പണമടക്കാൻ വന്നയാളാണോ, അല്ലെങ്കിൽ മറ്റ് വിവരങ്ങൾ തേടാൻ വന്നയാളാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിൽ വൈഷ്ണവയുടെ ഭർത്താവിനെ കേന്ദ്രീകരിച്ചാണ് പോലീസ് അന്വേഷണം നടത്തിയത്. ഭർത്താവിനെ ബന്ധപ്പെടാൻ നോക്കുന്ന സമയത്ത് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതാണ് ഇത്തരത്തിൽ വൈഷ്ണവയുടെ ഭർത്താവാണോ ഈ മരിച്ച 2ാമത്തെ ആള് എന്ന ഒരു സംശയത്തിലേക്ക് പോലീസിനെ എത്തിച്ചത്. ഏറെ വൈകുന്നേരത്തോടു കൂടിയാണ് ഈ മരിച്ച 2ാമത്തെ ആൾ പുരുഷനാണ് എന്നുള്ളത് സ്ഥിരീകരണം ആശുപത്രിയിൽ നിന്ന് പോലീസിന് ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അതുവരെയും ഈ മരിച്ച വ്യക്തി സ്ത്രീയാണോ പുരുഷനാണോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു അവ്യക്തത തുടർന്നിരുന്നു. കാരണം അത്രത്തോളം ഈ തീപിടുത്തത്തിൽ വെന്തുരുകിയ ഒരു സാഹചര്യമായിരുന്നു. ശരീരമാകെ പൊള്ളലേറ്റൊരു സാഹചര്യമായിരുന്നു. മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്തൊരു സാഹചര്യത്തിലായിരുന്നു ഈ ബോഡികൾ, മൃതശരീരങ്ങൾ ഈ കമ്പനിയിൽ നിന്ന് ഫയർഫോഴ്സ് പുറത്തെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഇങ്ങനെ വൈകുന്നേരത്തോടു കൂടി ഇത് പെട്ടെന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ ഒരു അപകടമാണ് എന്നൊരു തരത്തിലായിരുന്നു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെയും ഒരു വിശ്വസിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. പിന്നീട് വൈകിട്ട് ഫോറൻസിക് സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തുന്ന സാഹചര്യത്തിലാണ് ഓഫീസിനകത്ത് നിന്നും ഒരു കത്തി കണ്ടെത്തുന്നത്. അതായത് ഈ കത്തി ബിനുകുമാർ കൊണ്ടുവന്നത്, അത് മരിച്ചു എന്ന് പറയുന്ന പുരുഷൻ കൊണ്ടുവന്നത് എന്നതാണ് പോലീസ് പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ കത്തി കൊണ്ട് വൈഷ്ണവയെ കുത്തി കൊലപ്പെടുത്തുകയും അതിനുശേഷം ഈ 2ാമത്തെ ആൾ പുരുഷൻ എന്ന് പറയുന്ന, അല്ലെങ്കിൽ ബിനുകുമാർ എന്ന് സംശയിക്കുന്ന ആൾ, ആ പുരുഷൻ സ്വയം ദേഹത്ത് മണ്ണെണ്ണയോ അല്ലെങ്കിൽ പെട്രോളോ ഒഴിച്ച് കത്തിക്കുകയായിരുന്നു, സ്വന്തം ശരീരം കത്തിക്കുകയായിരുന്നു എന്നതാണ് പോലീസ് എത്തുന്ന ഒരു നിഗമനം എന്ന് പറയുന്നത്. അതിലെന്തായാലും ഈ ശരീരം ബിനുകുമാറിൻ്റേതാണോ എന്നതടക്കമുള്ള പരിശോധനകൾ ഇന്ന് നടക്കും. DNA പരിശോധനകളടക്കം ഇന്ന് നടക്കും എന്നുള്ളത് തന്നെയാണ്. ഇന്ന് ഉച്ചയോടെയായിരിക്കും ഈ DNA പരിശോധനകൾ നടക്കുക. എന്തായാലും സംഭവം അത് ദുരൂഹത തുടരുകയാണ്. സംഭവത്തിൻ്റെ ദുരൂഹത തുടരുകയാണ്. വൈഷ്ണവിയുടെ ഭർത്താവിനെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം കൂടി നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് ഇത് വൈഷ്ണവിയുടെ ഭർത്താവിൻ്റെ മൃതദേഹമാണ് ഇത്തരത്തിൽ ഈ കമ്പനിയിൽ നിന്ന് കണ്ടെത്തിയത് എന്നുള്ളൊരു
സംശയത്തിലേക്ക് പോലീസിനെയും അതിനൊപ്പം തന്നെ ഫയർഫോഴ്സിനെയും ഒക്കെ തന്നെയും ഇന്ന് എത്തുന്നൊരു സാഹചര്യമുള്ളത്. അതിനൊപ്പം തന്നെ ഇന്ന് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണ റിപ്പോർട്ട് അത് സബ് കളക്ടർ സമർപ്പിക്കുമെന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് അകം സമർപ്പിക്കുമെന്നാണ് ഇന്നലെ സബ് കളക്ടർ മാധ്യമങ്ങളോട് വ്യക്തമാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത്. അത്തരത്തിൽ അന്വേഷണം ത്വരിതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട്. എന്തായാലും ഈ രണ്ടാമത്തെയാൾ അത് വൈഷ്ണവിയുടെ ഭർത്താവാണ് എന്നുള്ളൊരു സംശയം അത് നിലനിൽക്കുന്നുണ്ട്. ഈ അപകടം അതൊരു കൊലപാതകമാണ് എന്നുള്ളൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പെട്ടെന്നുണ്ടായ ഒരു ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ ഒരു അപകടം എന്ന തരത്തിലായിരുന്നു നാട്ടുകാരും പോലീസും ഫയർഫോഴ്സും ഒക്കെ തന്നെ ആദ്യഘട്ടത്തിൽ കരുതിയിരുന്നൊരു കാര്യം എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ കത്തി കണ്ടെത്തുന്നു. അതിനുശേഷം ഈ ഒരു തീഗോളം പോലെയാണ് ഈ കടയിൽ നിന്നും പുറത്തേക്ക് തീ പടരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഷോർട്ട് സർക്യൂട്ട് അല്ല എന്നുള്ളൊരു നിഗമനത്തിൽ വൈകിട്ടോടെ പോലീസ് എത്തുന്നു. ശേഷം കത്തി കണ്ടെത്തുന്നു. അങ്ങനെ ഈ സംഭവത്തിൽ അടിമുടി ദുരൂഹത ഉണ്ട് എന്നുള്ളൊരു കാര്യം പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും 34 വയസ്സുകാരി ഈ ഇൻഷുറൻസ് കമ്പനിയിലെ ജീവനക്കാരിയും 34 വയസ്സുകാരിയുമായ വൈഷ്ണവിയാണ് ഇന്നലെ മരിച്ചവരിൽ ഒരാൾ. രണ്ടാമത്തെ ആളെ ഇതുവരെയും തിരിച്ചറിഞ്ഞിട്ടില്ല. അതൊരു പുരുഷനാണ്. ആ പുരുഷനാണ് എന്നതിൽ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പക്ഷേ മറ്റതിൽ ഇത് വിനുകുമാറാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ആണോ എന്നതിൽ ഇതുവരെയും സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. മനു, ശരി, ഓക്കെ, നമുക്ക് അതിനുവേണ്ടി കാത്തിരിക്കാം. സുലേഖ, ഏതായാലും നമ്മളെല്ലാവരും ആദ്യം വിചാരിച്ചത് ഇപ്പോൾ സുലേഖ പറഞ്ഞതുപോലെ അതൊരു ഷോർട്ട് സർക്യൂട്ട് മൂലമുണ്ടായ തീപിടുത്തം എന്നാണ്. പക്ഷേ പോലീസിന്റെ ഒരു വിശദമായ പരിശോധനയിൽ, ഫോറൻസിക് സംഘത്തിൻ്റെയൊക്കെ പരിശോധനയിലാണ് അതൊരു കൊലപാതകമാണോ എന്ന സംശയത്തിലേക്ക് ഇപ്പോൾ പോലീസ് പോകുന്നത്. അതിന് തക്ക തെളിവുകളും വിവരങ്ങളും പോലീസ് ശേഖരിച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഈ മരിച്ച വൈഷ്ണവി, അവരുടെ ഭർത്താവ് ബിനുകുമാർ ആണോ രണ്ടാമത്തെ ആൾ? അതായത് ഈ വൈഷ്ണവിയെ കൊലപ്പെടുത്തിയതിനു ശേഷം ബിനുകുമാർ തീ കൊളുത്തി മരിക്കുകയായിരുന്നോ എന്ന ഒരു സംശയമാണ് ഇപ്പോൾ വരുന്നത്. കത്തിയൊക്കെ ഈ ഓഫീസിനുള്ളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ രീതിയിൽ ഒരു വലിയ ദുരൂഹത അവിടെ നിൽക്കുന്നുണ്ട്. പോലീസ് വരും ദിവസങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ അതിന് അഴിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.